ഇനി നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായുള്ള മൂല്യനിർണ്ണയത്തിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാം? കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായുള്ള മൂല്യനിർണ്ണയത്തിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാം? എ. ചോദ്യങ്ങൾ വലുതായി അച്ചടിച്ച് നൽകുക. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും വലുതായിട്ട് അച്ചടിക്കുക ചോദ്യങ്ങൾ. രണ്ടാമത്തത്, ടേപ്പ് റെക്കോർഡർ വഴി ചോദ്യങ്ങൾ നൽകുവാനും ഉത്തരങ്ങൾ റെക്കോർഡ് ചെയ്യുവാനും അവസരം നൽകുക. സി. ബ്രെയിലി കുത്തിടുന്നതിൽ വരുന്ന പിശകുകൾക്ക് മാർക്ക് കുറക്കാതിരിക്കുക. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ സാധാരണഗതിയിൽ ചോദ്യപേപ്പറുകളിൽ ചോദ്യങ്ങൾ അച്ചടിക്കുന്നതിനേക്കാളും വലുതായിട്ട് ചോദ്യങ്ങൾ അച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ കാഴ്ച കുറച്ചെങ്കിലുള്ള കുട്ടിക്ക് അത് ഉപകാരപ്പെട്ടേക്കും. രണ്ടാമത്തത്, കുട്ടിക്ക് ചോദ്യം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഉത്തരവും എഴുതുന്നതിന് പകരം റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ഉപകാരപ്പെടും. സി എന്നത് ബ്രെയിലി കുത്തിടുന്നതിൽ പിശകുകൾക്ക് മാർക്ക് കുറക്കാതിരിക്കുക. കണ്ണ് കാണാത്ത കുട്ടിയാണല്ലോ, അപ്പോൾ കുത്തിടുന്ന നേരത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അല്പം മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പരിഗണിക്കാതിരിക്കുക, അതിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കുക. അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 3 കാര്യവും ചെയ്യാം. അതുകൊണ്ട് ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം ഡി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 17. ഋണാത്മക വികാരത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണ്? ഋണാത്മക വികാരത്തിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉദാഹരണം ഏത്? അപ്പോൾ ഒരു സംശയം, ഋണാത്മക വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. നെഗറ്റീവ് ഇമോഷൻ. വികാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവായ ഇമോഷൻ. ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ മോശം എന്ന അർത്ഥത്തിലല്ലേ നെഗറ്റീവ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു ധാരണ വെച്ച് നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കൂ. എ. ദേഷ്യം. ബി. വിനോദം. സി. സ്നേഹം. ഡി. ജിജ്ഞാസ. അപ്പോൾ വിനോദം, സ്നേഹം, ജിജ്ഞാസ ഇതൊക്കെ ഒരു പോസിറ്റീവായ കാര്യങ്ങളാണെന്ന് പറയാം. ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പോസിറ്റീവാന്ന് നമ്മൾ പറയില്ലല്ലോ. അതുകൊണ്ട് അതായിരിക്കും ശരി എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എ തന്നെയാണ് ഉത്തരം. എ ആണ് ഉത്തരം. ആങ്കർ അഥവാ ദേഷ്യം, അതാണ് ഋണാത്മക വികാരത്തിന് ഉദാഹരണം. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ഇമോഷൻസ് ആണ്. 18ാമത്തെ ചോദ്യം. ചോക്ക് ബോർഡിൽ താഴെ കൊടുത്ത ചിത്രം കണ്ടപ്പോൾ കുട്ടികൾ അതിനെ നക്ഷത്രം എന്ന് വിളിച്ചു. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ചോക്ക് ബോർഡിൽ ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ? ചോക്ക് ബോർഡിൽ ഈ ചിത്രം കണ്ടപ്പോൾ കുട്ടികൾ അതിനെ നക്ഷത്രം എന്ന് വിളിച്ചു. സത്യത്തിൽ ഇത് നക്ഷത്രമാണോ? കുറേ വരകളല്ലേ? കുറേ വരകളാണ്, പരസ്പരം ടച്ച് ചെയ്യാത്ത കുറേ വരകളാണ്. നക്ഷത്രം നമ്മൾ വരക്കാറുണ്ടല്ലോ, അത് ഇങ്ങനെയല്ല വരക്കാറുള്ളത്. ലൈനുകൾ പരസ്പരം ടച്ച് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ലൈനുകളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ ചിത്രം കണ്ടപ്പോൾ കുട്ടികൾ അതിനെ നക്ഷത്രം എന്ന് വിളിച്ചു. ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്നാണ് ചോദ്യം. എ. സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. ബി. പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. സി. സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി. ഡി. സങ്കീർണതാ നിയമം ലോ ഓഫ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഏതാണ് ഉത്തരം? ഉത്തരം വളരെ ലളിതമാണ്, ബി ആണ്. പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. അപ്പോൾ പരസ്പരം ടച്ച് ചെയ്യാത്ത ഈ വരകളെ ചേർത്ത് ഒരു നക്ഷത്രം പോലെ ആക്കി ഭാവനയിൽ കണ്ട് കുട്ടികൾ അതിനെ നക്ഷത്രം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതിനെ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്നാണ് വിളിക്കുന്നത്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ്. പ്രധാനമായും 4 നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സാമ്യതാ നിയമം. എന്താണ്? ലളിതമായിട്ട് പറഞ്ഞാൽ ഇവിടെ ഈ 1ാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതിൽ 2 ത്രികോണങ്ങളാണ് ഉള്ളത് എന്ന് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കും. 2 ത്രികോണങ്ങളാണ് ഈ ചിത്രം.
അഥവാ ഈ ചെറിയ ഈ പൂജ്യങ്ങളൊക്കെയും ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ത്രികോണമെന്ന് പറയും. പിന്നെയോ ഈ വലിയ പൂജ്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മറ്റൊരു ത്രികോണമാണ് എന്നും നമ്മൾ പറയും. അല്ലെ, അങ്ങനെ രണ്ട് ത്രികോണങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് നിരീക്ഷിച്ച് നമ്മൾ പറയാൻ സാധ്യതയുള്ളത്. ഇവിടെ ഈ വലിയ പൂജ്യം ഈ ചെറിയ പൂജ്യങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഈ ചെറിയ പൂജ്യങ്ങൾ ഒരേ ഗണത്തിൽപ്പെട്ടതും വലിയ പൂജ്യങ്ങൾ വേറൊരു ഗണത്തിൽപ്പെട്ടതുമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് കാരണം എന്താ? സാമ്യത ഉള്ളവയെ നമ്മൾ ഒന്നാക്കി കണ്ടു. അതാണ് സാമ്യതാ നിയമം എന്ന് പറഞ്ഞാൽ. അതാണ് ചെറിയതൊക്കെ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്, വലിയതൊക്കെ മറ്റൊരു കൂട്ടമാണ് എന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയത്. അതാണ് മനുഷ്യനെ ഇങ്ങനെയാണ് കാണുക. മനുഷ്യൻ്റെ കാഴ്ചയുടെ ഒരു രീതി ഇങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുതിനെയൊക്കെ ഒരേ രൂപത്തിലുള്ള അഥവാ സാമ്യതയുള്ളതിനൊക്കെ ഒരു ഗണത്തിലാക്കാൻ നമ്മൾ ശ്രമിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് മനുഷ്യൻ്റെ കാഴ്ചയിലെ ഒരു പ്രത്യേകത. രണ്ടാമത്തത് സാമീപ്യ നിയമം. സാമീപ്യ നിയമം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഈ ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ 3 ജോഡി വരകൾ കാണുന്നു. 1 ജോഡി, 2 ജോഡി, 3 ജോഡി, അങ്ങനെയാണ് പറയാ അല്ലേ. സത്യത്തിൽ എങ്ങനെ ആരാ നമ്മളോട് പറഞ്ഞ ഇവിടെ 3 ജോഡി ഉണ്ട് എന്ന്? ഇവിടെ യഥാർത്ഥത്തിൽ 6 വരകളല്ലേ ഉള്ളൂ. സത്യത്തിൽ 6 വരകളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിനെ 3 ജോഡിയായി കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതാണ് മനുഷ്യൻ്റെ ഒരു രീതി, അങ്ങനെയാണ്. അതാണ് സാമീപ്യ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് സമ്പൂരണ നിയമം. എന്താണ് സമ്പൂരണ നിയമം? ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്താണ് ഈ ചിത്രം? ഇതൊരു വൃത്തമാണ്. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ പറയാം. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇതൊരു വൃത്തമാണോ? അല്ലല്ലോ. വൃത്തത്തിന് ഇങ്ങനെ വിടവുകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വൃത്തം ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഈ വിടവുകൾ ഉണ്ടാവില്ല. ഇവിടെ 4 ഭാഗത്ത് അല്ലെ, ഇവിടെയും 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 വിടവുകളുണ്ട്. പക്ഷെ ആ വിടവുകളെ ഒക്കെ ചേർത്ത് വിടവുകൾ അടക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണിക്കുക. ഈ അപൂർണതകൾ കണ്ടാൽ മനുഷ്യൻ്റെ മനസ്സ് വ്യാകുലമാകുമെന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഇതിനെ ഒരു വൃത്തമായിട്ട് കാണാൻ താല്പര്യം. അപ്പോൾ ഈ നിയമത്തെയാണ് സമ്പൂരണ നിയമം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ലോ ഓഫ് പ്രാഗ്നൻസ് എന്ന് പറയും. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഈ കാര്യമാണ്. പരസ്പരം ചേർത്ത് വരച്ച അല്ലെ, പരസ്പരം ചേരാതെ വരച്ച കുറേ വരകളെ നമ്മൾ നക്ഷത്രമായിട്ട് നമുക്ക് തോന്നി. അതാണല്ലോ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമ്പൂരണ നിയമമാണ് നമ്മളെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ നിയമമാണ് തുടർച്ചാ നിയമം. എന്താണ് തുടർച്ചാ നിയമം? ഈ ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതൊരു സ്പൈറൽ ആണല്ലേ. ഇതിനെ ഫ്രേസറുടെ സ്പൈറൽ എന്നാണ് ഇതിനെ വിളിക്കുക. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പൈറൽ തന്നെ ആണോ? അത് പൂർണ്ണമായി ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, ഇത് കുറേ വൃത്തങ്ങൾ തന്നെയാണ്. ആദ്യം ഏറ്റവും പുറമെ ഒരു വലിയ വൃത്തം, അതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയൊരു വൃത്തം അല്ലെ, അങ്ങനെ ചെറിയ 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 വൃത്തങ്ങൾ ആണ് അതിങ്ങനെ. പക്ഷേ നമ്മൾ അതിനെ ഓരോ വൃത്തങ്ങളായിട്ട് മനസ്സിലാക്കാനല്ല ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ അതൊരു സ്പൈറലായിട്ട് ഒന്നിച്ച് കാണാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇതിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 നിയമങ്ങൾ പരീക്ഷകൾക്ക് സാധാരണ വരാറുള്ള ചോദ്യമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ചോദ്യം 19. കുട്ടികളിൽ എഴുതുവാനുള്ള സന്നദ്ധത വളർത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം? കുട്ടികളിൽ എഴുതുവാനുള്ള സന്നദ്ധത വളർത്തുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം? 1. സൂക്ഷ്മമായ കളർ നൽകൽ. 2. രേഖകളും വക്രങ്ങളും വരയ്ക്കൽ. 3. മണലിൽ എഴുത്ത്. 4. മേലെ വെച്ചു വരയ്ക്കൽ. 1. സൂക്ഷ്മമായ കളർ നൽകൽ. 2. രേഖകളും വക്രങ്ങളും വരയ്ക്കൽ.
3 മണലിൽ എഴുത്ത്, 4 മേലെ വെച്ചു വരക്കൽ. ഇതിലേതൊക്കെ കുട്ടികളിൽ എഴുതുവാനുള്ള സന്നദ്ധത ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ചോദ്യം. അപ്പോൾ സൂക്ഷ്മമായ കളർ നൽകാം, അല്ലാതെ കുട്ടിയിൽ വരയ്ക്കാനുള്ള താല്പര്യം, എഴുതാനുള്ള താല്പര്യം ഉണ്ടാക്കും. അതുപോലെ രേഖകളും വക്രങ്ങളും വരക്കുക, മണലിൽ എഴുതുക, അതുപോലെ ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ വെച്ച് വരയ്ക്കുക. ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ചിത്രത്തിന് മേലെ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ അതൊക്കെ ഈ കുട്ടികളിൽ എഴുതാനും വരയ്ക്കാനൊക്കെ ഉള്ള താല്പര്യം ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4ഉം പറ്റും. അപ്പോൾ 4ഉം ശരി എന്ന് പറയുന്നത് ബി ആണ്, അല്ലേ? 1, 2, 3, 4 എന്നിവയെല്ലാം അതാണ് ബി പറയുന്നത്. അപ്പോൾ ബി ആണ് ഇതിൽ ശരിയായ ഉത്തരം. 20ാമത്തെ ചോദ്യം. വിപുലീകരണം, വാചാലത, അയവുള്ളത്, മൗലികത എന്നിവ ഏതിൻ്റെ പ്രത്യേകതകളാണ്? വിപുലീകരണം, വാചാലത, അയവുള്ളത്, മൗലികത എന്നിവ ഏതിൻ്റെ പ്രത്യേകതകളാണ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എലാബറേഷൻ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി. ഇതൊക്കെ ഏതിൻ്റെ പ്രത്യേകതകളാണ് എന്നാണ് ചോദിക്കുന്നത്. എ സർഗപരത അഥവാ ക്രിയേറ്റിവിറ്റി, ബി ബുദ്ധി അഥവാ ഇൻ്റലിജൻസ്, സി വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി, ഡി ശ്രദ്ധ അഥവാ അറ്റൻഷൻ. ഉത്തരം എ ആണ്, ക്രിയേറ്റിവിറ്റി, സർഗപരത. സർഗപരതയുടെ അഥവാ ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേകതകളാണ് വിപുലീകരണം, വാചാലത, അയവുള്ളത്, മൗലികത എന്നിവ. എലാബറേഷൻ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി എന്നിവ. 21ാമത്തെ ചോദ്യം. ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം എഴുതി അത് ഉറക്കെ ഉച്ചരിക്കുകയും അത് കുട്ടികളോട് പിന്തുടരുവാനും ആവർത്തിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു. ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത്, ഒന്നുകൂടി വായിക്കാം. ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം എഴുതി അത് ഉറക്കെ ഉച്ചരിക്കുകയും അത് കുട്ടികളോട് പിന്തുടരുവാനും ആവർത്തിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത് എന്താ? എ സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ്, ബി പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സി സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി, ഡി പ്രക്രിയാനുബന്ധനം അഥവാ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഉത്തരം ബി ആണ്, പൗരാണികാനുബന്ധനം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, അല്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ അറിയാമല്ലോ. ആ പരീക്ഷണം ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അധ്യാപകൻ ഒരു അക്ഷരം എഴുതിയിട്ട് അത് ഉറക്കെ ഉച്ചരിക്കുന്നു, കുട്ടികളോട് അത് ഉച്ചരിക്കാനും അത് ആവർത്തിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നു. ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിക്കുന്നു. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ബി ആണ് ഉത്തരം. 22. ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നൽകുന്നു. ഇവിടെ ഏത് തരം വ്യക്തിവ്യത്യാസങ്ങളാണ് അധ്യാപിക പരിഗണിക്കുന്നത്? ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നൽകുന്നു. ഇവിടെ ഏത് തരം വ്യക്തിവ്യത്യാസങ്ങളാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പരിഗണിക്കുന്നത്? എല്ലാ കുട്ടികൾക്കും ഒരേ വർക്ക് കൊടുക്കാതെ കുട്ടികൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികളാണ് അധ്യാപിക കൊടുക്കുന്നത്. അപ്പോൾ ഏത് വ്യക്തിവ്യത്യാസമാണ് ഇവിടെ പരിഗണിക്കുന്നതെന്നാണ് ചോദ്യം. എ ശാരീരിക ഗുണങ്ങൾ, ബി ബുദ്ധി, സി ചാലകശേഷി, ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഇവിടെ ബി ആണ് ഉത്തരം, ബുദ്ധി അഥവാ ഇൻ്റലിജൻസ്. കുട്ടികളുടെ ബുദ്ധി നിലവാരത്തിനനുസരിച്ച് കുട്ടികൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപകന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ വ്യക്തി വ്യത്യാസമാണ് ഇവിടെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പരിഗണിക്കുന്നത്. അപ്പോൾ ബി ആണ് ഉത്തരം. 23. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ
ശരിയായ പ്രസ്താവന ഏത്? 4 കൊടുത്തിരിക്കുന്നു, 3 തെറ്റാണ്. ഏതാണ് ശരിയെന്നാ ചോദ്യം. എ, അന്തർനിരീക്ഷണം എല്ലാത്തരം കുട്ടികളിലും നടത്താവുന്നതാണ്. അന്തർനിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എല്ലാത്തരം കുട്ടികളിലും നടത്താവുന്നതാണ്. അതാണ് എ പറയുന്നത്. ബി, അപസാമാന്യ വ്യക്തികളിൽ അന്തർനിരീക്ഷണം എളുപ്പത്തിൽ നടത്താവുന്നതാണ്. അപസാമാന്യ വ്യക്തികൾ അതെന്താ? അത് ഇംഗ്ലീഷ് എളുപ്പം മനസ്സിലാവും. അബ്നോർമൽ പീപ്പിൾ, നോർമൽ അല്ലാത്ത ആളുകൾ, അബ്നോർമൽ പീപ്പിൾ. അബ്നോർമൽ പീപ്പിൾസ് അഥവാ അപസാമാന്യ വ്യക്തികളിൽ അന്തർനിരീക്ഷണം എളുപ്പത്തിൽ നടത്താവുന്നതാണ്. സി, അന്തർനിരീക്ഷണം വഴി ശേഖരിച്ച ദത്തങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കും. അന്തർനിരീക്ഷണം വഴി ശേഖരിച്ച ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഡാറ്റകൾ വസ്തുനിഷ്ഠമായിരിക്കും എന്നാണ് പറയുന്നത്. ഡി, മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം. ഇതിലേതാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാത്തരം കുട്ടികളും നടത്താമെന്ന് പറയുന്നത് ഇത് തെറ്റാണ്. അപസാമാന്യ വ്യക്തികൾ അന്തർനിരീക്ഷണം എളുപ്പത്തിൽ നടത്താവുന്നതാണ് എന്നതും തെറ്റാണ്. ഇതും തെറ്റാണ്. വസ്തുനിഷ്ഠമായിരിക്കും എന്നത്, അതായത് എന്താണ് അന്തർനിരീക്ഷണം? ഒരാൾ സ്വന്തത്തെ സ്വയം തന്നെ വിലയിരുത്തുക, സ്വന്തത്തെ സ്വയം തന്നെ നോക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാത്തരം കുട്ടികളിലും നടത്താൻ പറ്റില്ല. അപസാമാന്യ അബ്നോർമലായ വ്യക്തികൾക്ക് അത് സാധ്യമല്ല. അത് വസ്തുനിഷ്ഠമായിരിക്കും എന്ന് പറഞ്ഞത് ശരിയാണോ? അല്ലല്ലോ. ഞാൻ തന്നെ എന്നെ പറ്റിയിട്ട് ചിന്തിച്ചാൽ അത് പലതും എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും ഞാൻ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ, ചില ഡാറ്റകൾ, എൻ്റെ ഇഷ്ടം അവിടെ സ്വാധീനിക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ 3 ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവസാനത്തെ മാത്രമേ ഇവിടെ ശരിയാവുന്നുള്ളൂ. അതായത് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം. ആദ്യകാലത്തെ ഉണ്ടായ ഒരു രീതിയാണ് ഈ ഇൻട്രോസ്പെക്ഷൻ. അതുകൊണ്ട് ഡി ആണ് ഇതിൽ ശരി. 24ാമത്തെ ചോദ്യം. വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഇടകലർത്തി എഴുതൽ, ക്രമരഹിതമായ വലിപ്പത്തിലുള്ള അക്ഷരങ്ങളും അടയാളങ്ങളും, പൂർത്തീകരിക്കാത്ത അക്ഷരങ്ങൾ, സ്പഷ്ടതയുടെ അപര്യാപ്തത, പൂർത്തീകരിക്കാത്ത വാക്കുകളും നിരവധി വിട്ടുകളയലുകളും എന്നിവ രാഹുലിൻ്റെ നോട്ട് പുസ്തകത്തിലെ ചില തെറ്റുകളാണ്. രാഹുൽ ഒരു ഡാഷ്. രാഹുലിൻ്റെ പുസ്തകം നോക്കിയാൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇടകലർത്തിയിട്ടാണ് എഴുതുക. അങ്ങനെയല്ലല്ലോ. ഒന്നുകിൽ ചെറിയ അക്ഷരം അല്ലെങ്കിൽ വലിയ അക്ഷരം, അങ്ങനെയല്ലേ എഴുതേണ്ടത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് രാഹുൽ എഴുതുന്നത്. ക്രമരഹിതമായ വലിപ്പത്തിലുള്ള അക്ഷരങ്ങളും അടയാളങ്ങളും. ഒരേ വലിപ്പമല്ല എഴുതുന്ന അക്ഷരങ്ങൾക്ക്. ഒരു കാര്യം എഴുതുമ്പോൾ അക്ഷരങ്ങൾ, ഓരോ അക്ഷരം വ്യത്യസ്ത വലിപ്പത്തിൽ വരുന്നു. പൂർത്തീകരിക്കാത്ത അക്ഷരങ്ങൾ, ചില അക്ഷരങ്ങൾ അവൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സ്പഷ്ടതയുടെ അപര്യാപ്തത, പൂർത്തീകരിക്കാത്ത വാക്കുകളും നിരവധി വിട്ടുകളയലുകളും. ഇതൊക്കെ രാഹുലിൻ്റെ നോട്ട് പുസ്തകത്തിലുണ്ട്. അപ്പോൾ രാഹുൽ ആരാണ്? രാഹുലിൻ്റെ പ്രശ്നം എന്താണ്? അതാ ചോദ്യം. എ, ആലേഖന വൈകല്യമുള്ള കുട്ടിയാണ്, അഥവാ ഡിസ്ഗ്രാഫിയ ഉണ്ട് ആ കുട്ടിക്ക്. ബി, വായനാ വൈകല്യമുള്ള കുട്ടിയാണ്, ഡിസ്ലെക്സിയ. ഗണന വൈകല്യമുള്ള കുട്ടിയാണ്, ഡിസ്കാൽക്കുലിയ. ഡി, പ്രയോഗ വൈകല്യമുള്ള കുട്ടിയാണ്, ഡിസ്പ്രാക്സിയ. ഇവിടെ എഴുത്തിലല്ലേ പ്രശ്നം, അഥവാ ആലേഖനം അഥവാ എഴുത്തിൽ വൈകല്യമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഡിസ്ഗ്രാഫിയ. അപ്പോൾ എ ആണ് ഉത്തരം. ആലേഖന വൈകല്യമുള്ള കുട്ടിയാണ്. ഇത് വളരെ ലളിതമാണ്. ഇത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുള്ള. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അത് വിശദമായിട്ട് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 25ാമത്തെ ചോദ്യം. പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത്. പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത് എന്താ? പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ സവിശേഷതകളിൽ പെടുന്നത്: 1, ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം, എംഫസിസ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ്. 2, സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കൽ, എംഫസിസ് ഓൺ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. 3, പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകൽ, എംഫസിസ് ഓൺ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. 4,
പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തക്കും പ്രാമുഖ്യം നൽകൽ. എംഫസിസ് ഓൺ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതിലേതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തത് ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം, ലേണിംഗ് ബൈ ഡൂയിങ്. തീർച്ചയായിട്ടും അത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ സവിശേഷതയാണ്. സഹകരണ പഠനം, സഹവർത്തിത പഠനം ഇത് പ്രോത്സാഹിപ്പിക്കുക, അഥവാ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, അതും ശരിയാണ്. പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകൽ അത് അല്ല, അല്ലേ? പാഠപുസ്തകങ്ങൾ മാത്രം വായിക്കുക എന്ന രീതിയല്ല പുരോഗമനാത്മക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. 4, പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തക്കും പ്രാമുഖ്യം നൽകൽ, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിനൊക്കെ പ്രാമുഖ്യം നൽകൽ, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തതാണ് തെറ്റ്. അപ്പോൾ അത് ഉൾപ്പെടാത്ത ഓപ്ഷൻ ഏതാന്ന് നോക്കുക. 3 വരാൻ പാടില്ല. ഒന്നാമത്തതിൽ 3 ഉണ്ട്, രണ്ടാമത്തതിൽ 3 അല്ല, സിയിലും ഉണ്ട്, ഇതിലും 3 ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമേ ഈ 3 ഇല്ലാത്തുള്ളൂ. പിന്നെ അല്ലേ, അപ്പോൾ 1, 2, 4 ശരിയാണ്. അപ്പോൾ ബി ആണ് ശരിയായിട്ടുള്ളത്. ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 26, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് 2016 ഉൾപ്പെടാത്തത് ഏതാണ്? റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് 2016 അഥവാ വികലാംഗര അവകാശങ്ങൾ, അഥവാ വികലാംഗർ എന്നല്ലല്ലോ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംബന്ധമായി 2016 നിയമമാണ്. അതിൽ ഭിന്നശേഷിക്കാർ എന്ന ഗണത്തിൽ ആരൊക്കെ ഉൾപ്പെടും എന്നത് സംബന്ധമായ ചോദ്യമാണ് ഇവിടെ. അതിൽ ആരാണ് ഉൾപ്പെടാത്തതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയാണോ? അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ബി, ലിസ്റ്റിലെ വൈകല്യങ്ങളുടെ എണ്ണം 7 നിന്ന് 21 ഉയർത്തിയിട്ടുണ്ട്. സി, ആസിഡ് ആക്രമണത്തിൽ നിന്നും അതിജീവിച്ചവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡി, തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ ഡിസീസ് എന്നിവയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഇതിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്, വികലാംഗർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്ന ഗണത്തിൽ വരാത്തത് ഈ നിയമപ്രകാരം ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എ ആണ് ഇതിൽ തെറ്റ്. HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടില്ല. HIV രോഗികൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവരല്ല. ആദ്യം 7 വൈകല്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ 2016 അത് 21 ഉയർത്തിയിട്ടുണ്ട്. ആസിഡ് ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ചവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ ഡിസീസ് ഇത് ബാധിച്ചവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എ ആണ് ഇതിൻ്റെ ഉത്തരം. 27ാമത്തെ ചോദ്യം, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ച ശേഷം ഗുണനം അവതരിപ്പിച്ചു. ആദ്യം കൂട്ടാൻ പഠിപ്പിച്ചു, സംഖ്യകൾ കൂട്ടാൻ പഠിപ്പിച്ചു, പിന്നെയാണ് ഗുണനം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ സഹായിക്കുന്നത്, ഒന്നുകൂടി വായിക്കാം, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ച ശേഷം ഗുണനം അവതരിപ്പിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ സഹായിക്കുന്നത് എ, ന്യൂന സംക്രമണം അഥവാ നെഗറ്റീവ് ട്രാൻസ്ഫർ, ബി, ശൂന്യ സംക്രമണം അഥവാ സീറോ ട്രാൻസ്ഫർ, സി, അധിക സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ, ഡി, ദ്വിപാർശ്വ സംക്രമണം അഥവാ ബൈലാറ്ററൽ ട്രാൻസ്ഫർ. ഉത്തരം സി ആണ്, അധിക സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ. സി ആണ് ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, പഠന സംക്രമണം. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? അതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്. പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ. നമ്മുടെ ചോദ്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഉത്തരം പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് അഥവാ അധിക സംക്രമണം. എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ? ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം
മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ. ഇപ്പോൾ കുട്ടിയെ ആദ്യം തന്നെ ഗുണനമാണ് പഠിപ്പിക്കുന്നത് എന്ന് വെക്കുക. കൂട്ടാനോ കുറക്കാനോ ഒന്നും അറിയാത്തൊരു കുട്ടിയെ ആദ്യം ഗുണനം പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടിയിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. ആദ്യം കുട്ടിയെ സങ്കലനം അഥവാ കൂട്ടൽ പഠിപ്പിച്ചതിന് ശേഷമാണ് ഗുണനം പഠിപ്പിക്കുന്നതെങ്കിൽ അത് ഗുണനം പഠിക്കാൻ കുട്ടിക്ക് സഹായകമാകുമല്ലോ. അതാണ് ആദ്യം ഒരു കാര്യം പഠിച്ചു, അത് കാരണം പിന്നീട് പഠിക്കുന്ന കാര്യം കുട്ടിക്ക് എളുപ്പമാകുന്നുവെങ്കിൽ, മറ്റൊരു കാര്യം പഠിക്കാൻ കുട്ടിക്ക് സഹായകമാകുന്നുവെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയാം. രണ്ടാമത്തെ കാര്യമാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ, മലയാളത്തിൽ ന്യൂന സംക്രമണം എന്ന് പറയും. അതായത് ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ അതാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഒരു കാര്യം മുമ്പ് പഠിച്ചത് കൊണ്ട് പുതിയൊരു കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഉദാഹരണം പറഞ്ഞാൽ മലയാള ഭാഷ, അത് പറയുന്നത് പോലെ തന്നെയല്ലേ എഴുതുന്നതും. നമ്മൾ എന്താണോ പറയുന്നത് അതേ വാക്കുകൾ അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നത്. ആദ്യം മലയാളം പഠിച്ച ഒരു കുട്ടി ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഒരുപക്ഷെ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. മോർണിംഗ് എന്ന് എഴുതുമ്പോൾ മലയാളത്തിൽ മോർണിംഗ് എന്നാണ് എഴുതി വെക്കും. അതുപോലെ അങ്ങനെയാണല്ലോ മലയാളത്തിൽ അങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷേ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ശരിക്കും മോർണിംഗ് എന്നാണല്ലേ എഴുതേണ്ടത്. അവിടെ ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒരുപോലെയല്ല. അപ്പോൾ മലയാളം പഠിച്ച ഒരു കുട്ടി പിന്നീട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകൾ എഴുത്തിൽ വരുത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയാണ് മലയാളം പഠിച്ചത് കൊണ്ടാണ് ഈ സംശയം കുട്ടിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെയാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സീറോ ട്രാൻസ്ഫർ അഥവാ ശൂന്യ സംക്രമണം. അതായത് ഒരാളൊരു വിഷയം പഠിച്ചു ആദ്യം, അത് കാരണം മറ്റൊരു വിഷയം പഠിക്കാൻ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, എന്നാൽ ഒരു സഹായവും ആയില്ല. അതിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയാം. അതായത് ഒരാളൊരു ഭാഷ പഠിച്ചു, പിന്നെ അയാൾ മാത്സ് പഠിച്ചു. ഭാഷ പഠിച്ചു അല്ലെങ്കിൽ മലയാള ഭാഷ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മാത്സ് എളുപ്പമാവുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുകയോ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരം ട്രാൻസ്ഫറുകളെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ശൂന്യ സംക്രമണം. 28ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഋണാത്മക പ്രബലനം എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണം എഴുതുക. എ, ഗൃഹപാഠം ചെയ്തു വരാത്ത കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകി. ബി, തലേ ദിവസം അവധിയായിരുന്ന കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകി. സി, അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇമ്പോസിഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു. ഡി, പ്രധാനാധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗൃഹപാഠം ചെയ്യാത്ത കുട്ടികളെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. ഇതിൽ ഉത്തരം സി ആണ്. ഇതാണ് ഇതിൽ ഋണാത്മക പ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇമ്പോസിഷൻ ലഭിക്കാതിരിക്കാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സി ആണ് ഉത്തരം. അപ്പോൾ ഈ ചോദ്യവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നതാണ്. റീഇൻഫോഴ്സ്മെന്റുകൾ അഥവാ പ്രബലനങ്ങൾ രണ്ട് വിധമുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. രണ്ടും കുട്ടിയുടെ നന്മക്ക് വേണ്ടിയിട്ട് കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാൽ ഒരു കുട്ടി ഒരു കാര്യം അധ്യാപകനെ അനുസരിച്ച് ചെയ്യേണ്ട വിധം ചെയ്തു വന്നാൽ ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുക. ഒന്നുകിൽ ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് തലോടുക. അതുപോലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ശിക്ഷിക്കലല്ല, ഒരു ശിക്ഷ ഒഴിവാക്കി കൊടുക്കുക. എല്ലാം ചെയ്തു വന്ന അനുസരിച്ച കുട്ടിയെ ഒരു അസുഖകരമായ അനുഭവത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. അഥവാ എല്ലാം എഴുതി വന്ന കുട്ടിക്ക് ഇമ്പോസിഷൻ കൊടുക്കാതിരിക്കുക. അതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം.
അപ്പോൾ നെഗറ്റീവ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇമ്പോസിഷൻ കൊടുക്കലാണ് എന്ന് വിചാരിക്കരുത്. ആ എ എന്ന ഓപ്ഷനിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എഴുതി വരാത്ത കുട്ടികൾക്ക് ഇമ്പോസിഷൻ കൊടുത്തു എന്നത്, അത് പണിഷ്മെൻ്റ് ആണ്. ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പണിഷ്മെൻ്റ് അല്ല. കുട്ടിക്ക് ഇതുവഴി പ്രോത്സാഹനം തന്നെയാണ് ഉണ്ടാവുക. എഴുതി വന്ന കുട്ടികളെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇമ്പോസിഷനിൽ നിന്നോ അതുപോലെ അസുഖകരമായ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന് കുട്ടിക്ക് ഒഴിവാക്കി കൊടുക്കുക, മോശമായ അനുഭവം ഒഴിവാക്കി കൊടുക്കുക, അതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുക. അതും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന മാർഗം തന്നെയാണ്. 29ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? സമായോജന പഠിതാവ് എന്ന് പറഞ്ഞാൽ വെൽ അഡ്ജസ്റ്റഡ് ലേണർ. വെൽ അഡ്ജസ്റ്റഡ് ലേണറിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ്. എ, ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം, റിയലിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് ദി വേൾഡ്. ബി, ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുതാനുള്ള കഴിവ്. സി, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം. ഡി, തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക. അപ്പോൾ ഒരു വെൽ അഡ്ജസ്റ്റഡ് ലേണർ ആണെങ്കിൽ അഥവാ സമായോജന പഠിതാവാണെങ്കിൽ അയാൾക്ക് ഇതിൽ ഏത് സ്വഭാവമാണ് ഉണ്ടാവാത്തത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം അയാൾക്കുണ്ടാവും, അപ്പോൾ അത് ശരിയാണ്. ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുതാനുള്ള കഴിവ് അയാൾക്കുണ്ടാകും, വെൽ അഡ്ജസ്റ്റഡ് ലേണർക്ക് അതുണ്ടാവും. തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയും, സി ആണ് അയാൾക്കുണ്ടാവാത്തത്. കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുള്ള മനോഭാവം അതൊരു വെൽ അഡ്ജസ്റ്റഡ് ലേണർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 30ാമത്തെ ചോദ്യം, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോലൈംഗിക സിദ്ധാന്ത പ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോലൈംഗിക സിദ്ധാന്ത പ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക? അക്കോർഡിംഗ് ടു ഫ്രോയിഡ്സ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറി, സുമേഷ്, എ 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്, ബിലോങ്സ് ടു എ, നിർലീന ഘട്ടം, ലാറ്റൻസി സ്റ്റേജ്. ബി, വദനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ്. സി, ഗുദഘട്ടം, അനൽ സ്റ്റേജ്. ഡി, ജനനേന്ദ്രിയ ഘട്ടം, ജെനിറ്റൽ സ്റ്റേജ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറി പ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക എന്നാണ് ചോദ്യം. ഉത്തരം എ ആണ്, നിർലീന ഘട്ടം അഥവാ ലാറ്റൻസി സ്റ്റേജ്. ലാറ്റൻസി സ്റ്റേജിലാണ് ആ കുട്ടി ഉൾപ്പെടുക. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ സ്റ്റേജുകൾ, സൈക്കോസെക്ഷൽ സ്റ്റേജുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് ഓറൽ സ്റ്റേജ് ആണ്, 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അനൽ സ്റ്റേജ് ആണ് പിന്നീട് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഫാലിക് സ്റ്റേജ് ആണ് പിന്നീട് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഘട്ടമാണത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലാറ്റൻസി സ്റ്റേജ് 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയുള്ള ഘട്ടമാണ്. പിന്നെയാണ് ജെനിറ്റൽ സ്റ്റേജ്, പ്യൂബർട്ടിക്ക് ശേഷമുള്ള കാലഘട്ടം, അതിനെയാണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റൻസി സ്റ്റേജ് എന്നത് 6 വയസ്സിന് ശേഷമാണ്, 6 മുതൽ പ്യൂബർട്ടി വരെ. അപ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറഞ്ഞാൽ അവന് 5ാം വയസ്സിലോ അല്ലെങ്കിൽ 6ാം വയസ്സിലോ ആണ് സ്കൂളിൽ ചേർത്തുക. പിന്നെ 3ാം വയസ്സിലെത്തുമ്പോൾ 8 വയസ്സോ 9 വയസ്സോ ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ കുട്ടി ലാറ്റൻസി സ്റ്റേജിലാണ് ഉണ്ടാവുക. അപ്പോൾ ലാറ്റൻസി സ്റ്റേജ് എന്നതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം.